ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെജിറ്റേറിയൻ റെസിപ്പി തന്നെയാണ്, ഒരു പാലക് പനീർ റെസിപ്പി. അപ്പോൾ ഈ പാലക് പനീർ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രീമൊന്നും ആഡ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതും റെസ്റ്റോറൻറ്റ് ആ ഒരു ടേസ്റ്റിൽ അത് കിട്ടും ചെയ്യും. അപ്പം നമ്മൾ സാധാരണ വെജിറ്റേറിയൻ അങ്ങനെ ഡിഷുകളൊക്കെ പുറത്ത് പോകുമ്പോൾ കഴിക്കുന്ന ഒരു ഡിഷാണ് ഈ പാലക് പനീർ. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കെട്ട് പാലക്ക് ഇല മേടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചതാണ്. പിന്നെ നമുക്ക് പനീർ ഒരു 200 ഗ്രാമോളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, നല്ല ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് തൈര്, അത് ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചാൽ മതി, 1 കപ്പ് പാല്, ഒരു ടൊമാറ്റോ പുരിയാക്കിയതാണ് ഇത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചതച്ചെടുത്താലും മതി, 1 ടീസ്പൂണോളം നമ്മുടെ വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കസൂരി മേത്തി ഇതേ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു നുള്ളു മതി. കായം പൊടിച്ചത് നമുക്കൊരു നുള്ളു വേണം. പിന്നെ കുറച്ച് ഓയിൽ, അത് നമുക്ക് പനീറൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ പാലക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ 2 മിനിറ്റ് ഇത് ഇരുന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതേ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പനീർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഫ്രൈ ചെയ്തെടുക്കണില്ലെങ്കിൽ നിങ്ങൾ ബോയിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. പനീർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളൊക്കെ ഇങ്ങനെ മറിച്ച് അങ്ങനെ ഫ്രൈ ചെയ്യരുത്. അപ്പം അതൊക്കെ ഇട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അങ്ങനെ അത്രയും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം. പനീർ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പൈസ് പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കായം പൊടി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പുരി ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ പാലക് അതിലേക്ക് നന്നായി ആഡ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഈ ചീര ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ചീര ഇരുന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കളർ കണ്ട ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. പച്ച കളറിൽ നിന്ന് വിട്ടിട്ട് ആ ഒരു ഷെയ്ഡ് ഒന്ന് മാറി. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ എടുത്തു വെച്ചത്, അതാണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച കസൂരി മേത്തി ഒരു നുള്ള് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച പാല് ആ ഗ്രേവിയൊക്കെ കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് തൈര് നമ്മളൊരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈര് ഒരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. എന്നാലും ചെറിയൊരു പുളിക്കും പിന്നെ ചെറിയൊരു തിക്നെസ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചാൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യും.